സൈസ് പ്ലസ് മോഡൽ അല്ലേ? അങ്ങനെയാണല്ലോ വന്നത് ഒരു 4 വർഷം മുമ്പ്. അതെ അതെ അതെ. അപ്പോൾ സാധാരണ സ്ത്രീകൾ, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ കുറച്ച് വണ്ണം വയ്ക്കുമ്പോഴേക്കും കോൺഷ്യസ് ആവുന്ന ആളുകളാണ്. അതിപ്പോൾ ഈ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ബോളിവുഡാണ് ഒക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് സൈസ് പ്ലസ് മോഡലാവാൻ എനിക്ക് പറ്റുമെന്നുള്ളൊരു തീരുമാനം, അത് കുറച്ച് ഒരു നല്ലൊരു എന്താ പറയുക, ഗട്ട്സ് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു അത് അതിലേക്ക്? ആക്ച്വലി ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടാണ് ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ ഡബ്ബിങ് എനിക്ക് തൈറോയിഡിൻ്റെ ചില പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് നിർത്തേണ്ടി വന്നൊരവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞത്. സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുള്ള് ഒരു ബ്ലാക്ക് ഔട്ട് ആയ ഒരു ഫീലായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ നോക്കുന്നത്, എന്നെപ്പോലെ ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോയി മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഭംഗിയില്ല, ഭയങ്കര തടിയാണ്, എന്താ പറയുക, ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അപകർഷതാബോധം എനിക്ക് തന്നെ തോന്നി. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാഗസിനിലോ എന്തോ ആണ് കണ്ടത്, ഒരു ഇൻ്റർനാഷണൽ മോഡൽ ആഷ്ലി ഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സൈസ് പ്ലസ് ആണ്, ഭയങ്കര തടിയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു എന്താ പറയുക, തടിയുള്ള ഒരാൾ റാമ്പിൽ വോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ തടിയുള്ള ഒരാൾ ഫോട്ടോയ്ക്ക് വന്ന് പോസ് ചെയ്യുന്നതോ ഒക്കെ അങ്ങനെ ആ സമയത്ത്, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായി. ആ 5 വർഷത്തിനുള്ളിൽ ഞാൻ തടിയുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ആവട്ടെ, ഒരു ഇതിൻ്റെ ആവട്ടെ, ഒരു ഡ്രസ്സിൻ്റെ ആവട്ടെ ഒക്കെ പരസ്യത്തിന് വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് സൈസ് ഫിറ്റായിട്ടുള്ള മോഡൽസിനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, മോഡലിംഗ് ചെയ്തുകൂടാ. എനിക്ക് കാണാൻ ഭംഗിയില്ലായിരിക്കാം, പക്ഷേ തടി കൂടുതലുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത്. ഞാനത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ സ്വാഭാവികമായിട്ട് നല്ല ചീത്തവിളി, നിനക്ക് എന്തിൻ്റെ കേടാ, അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, പിള്ളേരെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ. അതൊക്കെ കേട്ട ആ സമയത്തുള്ള ഒരു ഇതെന്തായിരുന്നു? ആ സമയത്ത് ഒരുപാട് കളിയാക്കലുകളെന്ന് വെച്ചാൽ വീട്ടുകാർ പോലും എതിരെ നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ വരെ എന്നോട്, എൻ്റെ കുടുംബത്തിലെ എൻ്റെ കസിൻസൊക്കെ നമ്മുടെ കൂടെ വളർന്ന ആൾക്കാരാണ്. അവരൊക്കെ ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാണ്. അങ്ങനെ എല്ലാവരും പതുക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി വീട്ടുകാർ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം, മോളെ അത് നമുക്ക് ശരിയായിട്ടുള്ള സംഭവങ്ങളല്ല. ഒന്നാമത് ഞാൻ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലാണേലും വീട്ടിലാണേലും കുടുംബക്കാരൊക്കെ പിന്നെ പതുക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. പിന്നെ നാട്ടുകാർ ചിലരൊക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ തുടങ്ങി. നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ എന്തോ ഒരു ഈ വിചിത്ര ജീവിയെ കാണുന്ന വിചിത്ര ജീവി പോലെ കാണുന്ന ആൾക്കാരായിരിക്കും ഈ ഒളിഞ്ഞും പാത്തൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ. അതെ തീർച്ചയായിട്ടും അതിൻ്റെ രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ വേറെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പം എനിക്ക് തന്നെ തോന്നി, ഇത് വേണ്ട, ഇത് നമുക്ക് വിട്ടേക്കാം എന്നൊക്കെ തോന്നി. ഞാനിങ്ങനെ ആദ്യം 2-3 ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാനത് കഴിഞ്ഞ് വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആരെയാണ് ഭയക്കുന്നത്, എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഹസീന, എൻ്റെ ഒറിജിനൽ നെയിം ഹസീന കാസിം എന്നാണ്. ഹസീന കാസിം എന്നൊരാൾ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ജീവിച്ചു, കുറേ ജോലികൾ ചെയ്തു, കല്യാണം കഴിച്ചു, കുട്ടികളെ വളർത്തി, വീട്ടമ്മയായിട്ട് ജീവിച്ചു. ആരറിയാനാണ്? എന്നെ ആരും അറിയത്തില്ല. എൻ്റെ നാട്ടിലുള്ള 1-2 പേര് എന്നെ അറിയാമായിരിക്കും. പക്ഷേ എനിക്കതല്ല വേണ്ട. ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് ഞാൻ തീരുമാനിച്ചു. ആർട്ടിസ്റ്റ് ആവണം എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആവണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ ഭയക്കുന്നത്? ഇപ്പോൾ വീട്ടുകാർ നിന്നോട്ടെ എതിരെ, നാട്ടുകാർ നിന്നോട്ടെ, ഇനി ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് എതിരെ നിന്നോട്ടെ, പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു എൻ്റെ തന്നെ ആഗ്രഹമാണത്. എനിക്ക് എന്തെങ്കിലും ആവണം, എനിക്ക് എന്തെങ്കിലും ആയി തീർന്നേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തിന് മുകളിൽ ഇതൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത്, അങ്ങോട്ട് ഫോട്ടോഗ്രാഫർ പൈസ കൊടുത്ത് എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ 2 ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എന്നെ ഒരുവിധം ചിലർക്കൊക്കെ അറിയാൻ തുടങ്ങി. ചില ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഫോട്ടോസ് എടുക്കാൻ വരാമോ, കൊളാബ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ചെറിയതായിട്ട് ചില പേജസൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മോഡൽ എന്നുള്ളൊരു പേര് വന്നു. ശരിക്കും സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ ചില്ലറ സ്ട്രഗിളിംഗ് ഒന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരുണ്ട് സൈസ് പ്ലസ് മോഡൽസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈസ് പ്ലസ് ആണ്. എനിക്ക് തോന്നുന്നു കർവി മോഡൽസിനെക്കാട്ടിയും പിന്നെ ഫിറ്റ് മോഡൽസിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്പോൾ സൈസ് പ്ലസ് മോഡൽസാണ്.
ഇപ്പം എല്ലാ പിള്ളേരും ഇനി പറയുന്നത് ഞങ്ങൾ സൈസ് അതിന്റെ പ്ലസ് ഐക്കൺ താങ്കളായിരുന്നോ? എനിക്കങ്ങനെ പറയുന്നതിൽ ഭയങ്കര ഒരു എന്താ പറയുക അഭിമാനമുണ്ട്. കാരണം ഞാനൊരു മാറ്റത്തിന് വഴി തെളിച്ചു, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇതാവാൻ പറ്റി എന്നുള്ളതിൽ തടിയുടെ അഴകാന്ന് കാണിച്ചു കൊടുത്തു. സത്യം. അതുപോലെ ഒരു ഒത്തിരി സൈസ് പ്ലസ് ഷോപ്പുകൾ അല്ലേ, അതെ അതൊക്കെ ഇപ്പൊ വന്നു ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പുകളിലും സൈസ് പ്ലസ്, ഇപ്പോൾ XL, XXL, XXL അങ്ങനെ പറഞ്ഞിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരു കാറ്റഗറി തന്നെ ഒതുക്കിയിട്ടുണ്ട്. ഹസീന അല്ലേ? ഹസീന എന്ന് പറഞ്ഞാൽ ഹസിയുടെ ഒരു കാര്യം ചോദിക്കുള്ളൂ. ഹസി ഇപ്പം എങ്ങനെയെങ്കിലും ആയിത്തീർന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തു ആയിത്തീർന്നേ പറ്റൂ എന്നുള്ളൊരു വേർഡ് ഇപ്പോൾ ഇവിടെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ മറ്റു ചിലർക്ക് വേറെ ചിലതാണ് ആവശ്യം, പെൺകുട്ടികളുടെ നിന്ന്. അപ്പം ഹസി അതിനൊക്കെ വഴങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ക്യാരിയറിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിൽക്കുന്ന മുൻനിര ആർട്ടിസ്റ്റുകൾ, എന്നെ നായിക എന്നല്ല പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നത് അത്യാവശ്യം ക്യാരക്ടർ റോൾ ചെയ്ത് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് തമിഴിലാണേലും മലയാളത്തിലാണേലും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എത്തായിരുന്നു. എനിക്ക് വന്നിരിക്കുന്ന ഓഫേഴ്സ് അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് തമിഴിൽ തെലുങ്കിൽ രവി തേജയുടെ ഒരു പടം വന്നു. ആ പടത്തിൽ എനിക്ക് അത്യാവശ്യം അതിൻ്റെ അകത്തൊരു സെക്കൻഡ് ഹീറോയിൻ എന്ന് വെച്ചാൽ ഒരു വില്ലത്തി ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ വരെ എനിക്ക് ഓഫർ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ ചെറിയൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാനത് സാധാരണ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കേട്ട് വരുന്ന ഒരു കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ആദ്യം പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷി, ഇപ്പം ഞാൻ പതിവ്രത എന്ന് പറയുന്ന സംഭവമല്ല, എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുകയാണ് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എനിക്ക് അയാളുമായിട്ട് എനിക്ക് അയാളോടൊരു ഫീല് തോന്നുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അയാളോട് എനിക്കൊരു റൊമാൻറ്റിക് ഫീല് അല്ലെങ്കിൽ എനിക്കൊരു സെക്സി ആയിട്ടുള്ളൊരു ഫീല് തോന്നി, ഞാൻ അയാളുമായിട്ട് ഒരു ഇൻറ്റിമസി സീനിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സാക്ഷിക്ക് വലിയ കുറ്റബോധം തോന്നില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, നിനക്ക് ഇങ്ങനെ ഒരു അവസരം ഞാൻ തരാം, നീ വരാമോ എന്ന് ചോദിക്കുന്ന ഒരു ഇതും നമുക്ക് ഇഷ്ടം തോന്നിയ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പീഡനം എന്ന് പറയുന്നത് പീഡനം എന്ന് പറയുന്നത് അത് നമ്മൾ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടം തോന്നിയില്ലെങ്കിൽ കൂടി നമ്മൾ ആ അവസരത്തിനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒരു സംഭവം. ഇഷ്ടം തോന്നി ആരെങ്കിലും കൂടെ കൂടുതലായിട്ട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേരോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇൻറ്റിമസി സീൻസിലോട്ടൊന്നും പോകുന്ന ഒരു തരത്തിലെത്തിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇന്നതാണ്, എൻ്റെ ഫാമിലിയിൽ ഒരിക്കലും എന്നെപ്പറ്റി മോശമായിട്ടുള്ള ഒരു അഭിപ്രായം. ഞാൻ മോഡലിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എക്സ്പോസ് ചെയ്യുന്നു, അവൾ ചെറിയ തുണി കൊടുത്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അവൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതെൻ്റെ പ്രൊഫഷനാണ്. ഇപ്പം ഞാൻ ഇച്ചിരി എക്സ്പോസ് ചെയ്ത് എൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. എൻ്റെ വീട്ടുകാർ അതേസമയം എന്നെ ഒരാളെയും കൂടെ ഇന്നടത്ത് വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഞാനും ഒരാളും കൂടെ ഇന്ന ഇതിൽ നിന്ന് വരുന്ന കണ്ടു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അത് അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണുള്ളത്. കാരണം ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ജിമ്മിലുള്ള പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്മാരെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ എക്സിബിഷൻ നടക്കുന്നിടത്താണെങ്കിലും എന്താ പറയുക എല്ലായിടത്തും അമ്പലങ്ങളിലും എല്ലാം അവന്മാരാണ്. അതിന് ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ പറയും ഞാൻ ബോഡി ഗാർഡായിട്ട് കൊണ്ട് നടക്കണേ അവന്മാരെന്ന്. അതുപോലെ ഞങ്ങൾ ആമ്പിള്ളേർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ടുള്ള ഒരു ആൾ